ഭർത്തോമ സൺഡേ സ്കൂൾ സമാജം ദ്വിതീയ വജ്രജൂബിലി സമാപന സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച അഭിവന്ദ്യ ഡോക്ടർ തിയോഡേഷ്യസ് ഭർത്തോമ മെത്രോപ്പൊലീത്ത, യോഗത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന അഭിവന്ദ്യ ഡോക്ടർ മാത്യൂസ് മാർ മക്കാറിയോസ് എപ്പിസ്കോപ്പ, വേദിയിലും സദസ്സിലുമുള്ള വൈദിക ശ്രേഷ്ഠരെ, അധ്യാപകരെ, കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. 120 വർഷങ്ങൾ ബൈബിൾ പ്രകാരം നോക്കിയാൽ ഒരു പുരുഷായുസ്. അങ്ങനെയാണെങ്കിൽ ഈ സൺഡേ സ്കൂൾ ഒരു പുരുഷായുസ് പൂർത്തിയാക്കിയിരിക്കുന്നുവെന്ന് വേണമെങ്കിൽ പറയാം. ഈ പുരുഷായുസ് കൊണ്ട് മധ്യ തിരുവിതാംകൂറിലെ വളരെ ചെറിയ ഒരിടത്ത് ഒതുങ്ങി നിന്നിരുന്ന ഒരു സഭയും ഒരു പ്രസ്ഥാനവും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് വളരുകയും പടരുകയും ചെയ്തതിൻ്റെ വലിയ സന്തോഷം കൂടി നമുക്ക് ഇവിടെ വെച്ച് പങ്കുവെക്കാം. അതിൽ പ്രത്യേകിച്ച് നമ്മൾ നന്ദിയുള്ളവരായി ഇരിക്കുകയും വേണം. കാരണം ലോകത്തെമ്പാടും, പ്രത്യേകിച്ച് പൗരസ്ത്യ ദേശങ്ങളിൽ ക്രിസ്തുമതം വലിയ തോതിലുള്ള വെല്ലുവിളികളെ നേരിടുമ്പോൾ, അത് കലാപങ്ങളിലൂടെയാവാം, യുദ്ധങ്ങളിലൂടെയാവാം, പലായനത്തിലൂടെയാവാം, ആഭ്യന്തര കലാപങ്ങളിലൂടെയാവാം, മതവൈരങ്ങളിലൂടെയൊക്കെ പൗരസ്ത്യ ദേശങ്ങളിലാകെ സഭകൾ, ക്രിസ്ത്യാനിറ്റി വലിയ വെല്ലുവിളി നേരിടുമ്പോൾ നമുക്ക് ഈ കൊച്ചു ദേശത്ത് നമ്മുടെ സഭയും നമ്മുടെ വിശ്വാസവും നമ്മുടെ ആചാരങ്ങളും പിന്തുടരാൻ ഇപ്പോഴും കഴിയുന്നു എന്നുള്ളത് വലിയ ഭാഗ്യം തന്നെ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വലിയ സന്തോഷത്തിൻ്റെ നിറവിലാണ്. ഇവിടെ സംസാരിച്ച തിരുമേനിമാർ വളരെ സന്തോഷത്തോടു കൂടി ആ നിറവിനെക്കുറിച്ച് പറയുകയും ചെയ്തു. പക്ഷേ മറ്റു ചില കാര്യങ്ങൾ കൂടി ഇതിനോടൊപ്പം ചേർത്ത് വായിക്കുന്നതിനും സൂചിപ്പിക്കുന്നതിനുമാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. സ്വാഗത പ്രസംഗത്തിൽ സതീഷച്ചൻ പറഞ്ഞു, മാർത്തോമാ സഭയുടെ നല്ല സ്നേഹിതനാണ് ബെന്യാമിൻ എന്ന്. നല്ല സ്നേഹിതൻ എല്ലായ്പ്പോഴും നല്ല വാക്കു മാത്രമല്ല, ചില ഉപദേശങ്ങളോ നിർദ്ദേശങ്ങളോ പഴികളോ കൂടി പറയും എന്നതാണല്ലോ അതിൻ്റെ ഒരു രീതി. മൊത്തം കേരളത്തിലെ ക്രിസ്തീയ സഭകളുടെ ഇന്നത്തെ വളർച്ച നോക്കിയാൽ അത് വലിയ രീതിയിൽ തന്നെയാണ്, യാതൊരു സംശയവുമില്ല. എല്ലാ സഭകൾക്കും വലിയ കെട്ടിടങ്ങൾ വന്നിരിക്കുന്നു, ആത്മീയമായ വലിയ പ്രഘോഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. കൂടുതൽ ആളുകൾ ആത്മീയതയിലേക്ക് വരുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്നു, പള്ളിയിൽ ആട് കൂടിക്കൊണ്ടിരിക്കുന്നു ഒക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ കേരളീയ സമൂഹം മൊത്തത്തിലൊന്നെടുത്ത് പരിശോധിക്കുമ്പോൾ നമ്മുടെ സമൂഹം ശരിയായ മാർഗത്തിൽ തന്നെയാണോ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന ഒരു വലിയ അപകടത്തിൻ്റെ സൂചനകൾ നമ്മൾ അവിടെയായി കാണുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. പൂപാത്രത്തിലിരിക്കുന്ന ഒരു പൂ പോലെയാണ് കേരളീയ സമൂഹം എന്ന് നിർവചിക്കുവാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. പുറമേക്ക് കാണുമ്പോൾ വളരെ മനോഹരമായ പൂക്കൾ ഉണ്ട് എങ്കിൽ പോലും അതിന് അടിത്തട്ടിൽ വേരുകളില്ല എന്നും അത് പതിയെ പതിയെ ജീർണിച്ചു കൊണ്ടിരിക്കുകയും ചീഞ്ഞുകൊണ്ടിരിക്കുകയുമാണ് എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നുവെങ്കിൽ കഴിഞ്ഞ 120 വർഷം കൊണ്ട് നാം പടുത്തുയർത്തിക്കൊണ്ടുവന്ന വിശ്വാസത്തിൻ്റെ വലിയ ധാരകൾ പതിയെ പതിയെ നഷ്ടപ്പെട്ടു പോകും എന്ന് നാം തിരിച്ച് അറിയേണ്ടതുണ്ട്. കേരളം ഇന്ന് നേരിടുന്ന 2-3 പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഏറ്റവും വലുത് കേരളം വലിയ തോതിൽ അന്ധവിശ്വാസത്തിന് അടിമയായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഏത് മതവിശ്വാസിയാണ് എന്നത് അതിൻ്റെ ഒരു കാരണമേ അല്ല. എല്ലാ മതവിശ്വാസത്തിൽപ്പെട്ടവരും ഏതൊക്കെ തരത്തിലുള്ള തെറ്റായ
ആചാരങ്ങളും വിചാരങ്ങളും ഉണ്ടോ അതിനൊക്കെ പിന്നാലെ രഹസ്യമായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. നരബലി മുതൽ ചരടുകെട്ട് വരെയും പത്രം പൊതിയൽ വരെയും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. നിങ്ങളിൽ ചിലരെങ്കിലും ഇതിനൊക്കെ പോകുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെയൊന്നും പള്ളിയിൽ കിട്ടുന്ന വിശ്വാസവും പ്രാർത്ഥനയും ഒന്നും പോരാതെ എവിടോട്ടൊക്കെ ഓടാൻ കഴിയുമോ അവിടോട്ടൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം. വാസ്തുവും കന്നിമൂലയും മുഹൂർത്തവും നോക്കാതെ ഇന്ന് ക്രിസ്ത്യാനികൾ പോലും ഒരു കാര്യവും ചെയ്യുന്നില്ല എന്നുള്ളതാണ് പച്ചയായ യാഥാർത്ഥ്യം. ഈ തെറ്റായ അന്ധവിശ്വാസങ്ങൾ നമ്മുടെ ഇടയിലേക്ക് എങ്ങനെ വേരുപിടിച്ചു, ഏതു തരം വിചാരധാരയിൽ നിന്നാണ് നമ്മുടെ ഇടയിലേക്ക് ഇതെല്ലാം കടന്നുകൂടിയത് എന്ന് ആലോചിക്കാൻ കൂടിയുള്ള നിമിഷങ്ങളായി നമ്മളിതിനെ മാറ്റേണ്ടതുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. രണ്ടാമതായി, കേരളീയ സമൂഹം നേരിടുന്ന വലിയ പ്രശ്നങ്ങളിലൊന്ന് നമ്മുടെ ഇടയിൽ നിന്ന് മൂല്യബോധവും ധാർമ്മിക ബോധവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നാണം കെട്ടും പണം നേടിയതിൽ നാണക്കാട് പണം മാറ്റിടുമെന്ന് കവി പറഞ്ഞതുപോലെ ഏത് രീതിയിലും പണം നേടുക എന്ന ഒരു വിചാരത്തിലേക്ക് മുഴുവൻ നമ്മുടെ സമൂഹം മാറിപ്പോയി കഴിഞ്ഞിരിക്കുന്നു. അതിന് കള്ളക്കടത്തായിക്കോട്ടെ, സ്വർണ്ണക്കടത്തായിക്കോട്ടെ, മയക്കുമരുന്ന് കച്ചവടമായിക്കോട്ടെ, എന്ത് തരം പരിപാടിയിൽ ഏർപ്പെട്ടാലും വേണ്ടില്ല, വൈകിട്ട് കുറച്ച് പൈസ വേണം, ദൂർത്തടിക്കാൻ കുറച്ച് പൈസ വേണം, ആഘോഷിക്കാൻ കുറച്ച് പൈസ വേണം എന്ന തരത്തിലേക്ക് പോവുകയും അതിനെയൊക്കെ സമൂഹം അംഗീകരിക്കുന്ന, അവർക്കൊക്കെ മാന്യത കൊടുക്കുന്ന ഒരിടത്തേക്ക് നാം എത്തിച്ചേരുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് കേരളീയ സമൂഹം നേരിടുന്ന രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രശ്നം. മൂന്നാമതായി നാം നേരിടുന്ന പ്രശ്നങ്ങളിൽ ഒന്നായി ഞാൻ കരുതുന്നത് നമ്മുടെ ഇടയിൽ നിന്ന് ഗുരുത്വം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്നുള്ളതാണ്. മുതിർന്നവരെ ആദരിക്കുന്നതിന്, തന്നേക്കാൾ ഉയർന്നവരെ ആദരിക്കുന്നവന്, തന്നേക്കാൾ ഒരു ചുവട് മുമ്പിൽ നിൽക്കുന്നവരെ ആദരിക്കുന്നതിന്, തന്നേക്കാൾ കഴിവുള്ളവനെ ആദരിക്കുന്നതിന് നാം മടിയുള്ള ഒരു ജനതയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അപര വ്യക്തിത്വങ്ങളെ ആദരിക്കുക എന്ന് പറയുന്ന വലിയ മഹനീയമായ ഒരു സ്വഭാവ സവിശേഷതയുണ്ടായിരുന്ന സമൂഹം ഏതൊരു വ്യക്തിയെയും അപഹസിക്കുന്നതിന് വേണ്ടി മടിയില്ലാത്ത, അതിനുവേണ്ടി സോഷ്യൽ മീഡിയയിൽ ഫേക്ക് ഐഡികൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമൂഹമായി മാറിയിരിക്കുന്നു എന്നത് നാം കാണേണ്ടതുണ്ട്. യേശുദാസ് എന്ന് പറയുന്ന വലിയ ഗായകൻ, അദ്ദേഹം കേരളത്തിന് നൽകിയിട്ടുള്ള എത്രയോ ഗാനങ്ങൾ, അദ്ദേഹത്തിൻ്റെ സർഗവൈഭവം. പക്ഷേ അദ്ദേഹം വേദിയിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ പിറ്റേന്ന് സോഷ്യൽ മീഡിയ മുഴുവൻ അദ്ദേഹത്തെ, ഇന്നോളം അദ്ദേഹം ഈ കേരളീയ സമൂഹത്തിന് നൽകിയിട്ടുള്ള എല്ലാ സംഭാവനകളെയും മറന്നുകൊണ്ട് തെറിവിളിക്കുന്ന ഒരു സമൂഹമായി നമ്മൾ മാറിയിരിക്കുകയാണ്. എത്രയോ ഉദാഹരണങ്ങൾ. നമ്മുടെ പുരോഹിതന്മാരെ, നമ്മുടെ ബിഷപ്പന്മാരെ ഒക്കെ നമ്മൾ വാക്കുവിട്ട് സംസാരിക്കുന്ന, വാക്കുവിട്ട് അപലപിക്കുന്ന ഒരു സമൂഹമായി നമ്മൾ എങ്ങനെ മാറി എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. സത്യത്തിൽ ആരാണ് ഇതിന് കുറ്റക്കാർ? നമ്മൾ ഓരോരുത്തരും അല്ലേ എന്ന് നമ്മൾ പരസ്പരം ചോദിക്കേണ്ടതുണ്ട്. ഈ സമൂഹത്തിൽ ആത്മീയമായ നിറവ് പകർന്നു കൊടുക്കേണ്ട പൗരോഹിത്യം അതിന് കുറ്റക്കാരാണ്. ഈ യുവത്വത്തെ നേർവഴിയിൽ നടത്തേണ്ട ഉത്തരവാദിത്വമുള്ള അധ്യാപകർ അതിന് കുറ്റക്കാരാണ്. ഈ സമൂഹത്തിന് നല്ല വാക്കുകൾ ഓതിക്കൊടുക്കേണ്ട സാംസ്കാരിക പ്രവർത്തകർ അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ. ഓരോ മുതിർന്നവരും അതിന് ഉത്തരവാദിത്തപ്പെട്ടവരാണ് എന്നാണ് ഞാൻ കരുതുന്നത്. അധ്യാപകർക്ക് അതിലുള്ള ഉത്തരവാദിത്വം കുറേ കൂടി കൂടുതലാണ് എന്നാണ് ഞാൻ കരുതുന്നത്. കുറേ കാലം മുമ്പ് ന്യൂയോർക്ക് ടൈംസിൽ ഡേവിഡ് ടോസ്കാന എന്ന് പറയുന്ന മെക്സിക്കോയിലെ വലിയ എഴുത്തുകാരൻ എഴുതിയ ഒരു ലേഖനത്തിൽ, ദ കൺട്രി ദാറ്റ് സ്റ്റോപ്ഡ് റീഡിങ് എന്ന് പറയുന്ന ലേഖനത്തിൽ അദ്ദേഹം ഈ രാജ്യം ഇങ്ങനെയായിപ്പോയതിൽ കുറ്റപ്പെടുത്തുന്നത് മുഴുവൻ അധ്യാപകരെയാണ്. അധ്യാപകരോട് ചോദിക്കുന്നു, ഞങ്ങളുടെ കുട്ടികളെ ആഴ്ചയിൽ 5 ദിവസം നിങ്ങളെ ഏൽപ്പിച്ചിട്ട്, 12 വർഷക്കാലം നിങ്ങളെ ഏൽപ്പിച്ചിട്ട് നിങ്ങൾ ഞങ്ങൾക്ക് മടക്കി തരുന്നത്
സാമൂഹ്യദ്രോഹികളെയും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരെയും രാജ്യദ്രോഹികളെയുമാണ് എങ്കിൽ നിങ്ങളെന്ത് അധ്യാപനമാണ് നിങ്ങൾ ആ കുട്ടികൾക്ക് കൊടുത്തത്, എന്ത് മൂല്യബോധമാണ് ആ കുട്ടികൾക്ക് പകർന്നു കൊടുത്തത് എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. നിങ്ങൾ സൺഡേ സ്കൂൾ അധ്യാപകർക്ക് ഒരുപക്ഷേ 365 ദിവസം കിട്ടുന്നില്ലായിരിക്കാം, 360 ദിവസം കിട്ടുന്നില്ലായിരിക്കാം, പക്ഷേ ഏതാണ്ട് ഒരു വർഷത്തിൽ 19 ദിവസങ്ങളെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. നമ്മളവർക്ക് ജീവിതത്തിൻ്റെ മൂല്യബോധം പകർന്നു കൊടുക്കാതെ സമൂഹദ്രോഹികളായും പ്രശ്നക്കാരായും ആക്കി ഒരു തലമുറയായിട്ടാണ് നമ്മളവരെ സൃഷ്ടിച്ചു വിടുന്നത് എങ്കിൽ നമ്മളല്ലേ അതിൻ്റെ കുറ്റക്കാരെന്ന് നമ്മൾ ഓരോരുത്തരും പരസ്പരം ചോദിക്കേണ്ടതുണ്ട്. അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്ന ഒരു കുറ്റാരോപണമല്ല, ഞാൻ കൂടി ഉൾപ്പെടുന്ന സമൂഹത്തിന്മേൽ മുന്നോട്ട് വെക്കുന്ന ഒരു പരസ്പര ചർച്ചയായി മാത്രം ഇതിനെ കണ്ടാൽ മതി. ഞങ്ങൾ എഴുത്തുകാർ പതിയെ അതിൽ നിന്ന് പിന്മാറിക്കൊണ്ടിരിക്കുക. കാരണം ഞങ്ങളുടെ എഴുത്തുകാരൊക്കെ ഞങ്ങൾ പറഞ്ഞു തുടങ്ങി, ഞങ്ങൾ സാംസ്കാരിക പ്രവർത്തകരല്ല, ഞങ്ങൾ വെറും എഴുത്തുകാർ മാത്രമാണ്, മറ്റെല്ലാവരും ചെയ്യുന്ന ഒരു തൊഴിൽ പോലെ മാത്രമാണ് ഇത് എന്ന് ഞങ്ങൾ പറഞ്ഞതിൽ നിന്ന് ഒഴിയാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എഴുത്തുകാർക്കും സിനിമാ പ്രവർത്തകർക്കുമൊക്കെ അതിൽ വലിയ ഉത്തരവാദിത്വമുണ്ട് എന്ന് തന്നെ കരുതുന്ന ഒരാളാണ് ഞാൻ. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാനെപ്പോഴും കരുതുന്നത്, ഞാൻ വിചാരിക്കുന്നത് മനുഷ്യൻ സാമൂഹിക ചിന്താഗതിയുടെ ഉൽപ്പന്നമാണ് എന്നതാണ്. എല്ലാ കാലത്തും മനുഷ്യൻ പലതരത്തിലുള്ള നേതാക്കളെ സൃഷ്ടിച്ചെടുത്തത് അതിൻ്റെ സാമൂഹിക ആവശ്യത്തിൽ നിന്നാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വിഖ്യാതനായ എഴുത്തുകാരൻ നിക്കോസ് കസൻസാക്കിസ് പറയുന്നുണ്ട്, ക്രിസ്തു ഉണ്ടായത് ജൂതന്മാരുടെ ഏതെങ്കിലും നാഭിയിൽ നിന്നുള്ള നിലവിളിയിൽ നിന്നല്ല, ആയിരക്കണക്കിന് ജൂതന്മാരുടെ വർഷങ്ങളായുള്ള നിലവിളിയിൽ നിന്നാണ് ഒരു ക്രിസ്തു ഉണ്ടായി വന്നത് എന്ന്. അടിമത്തത്തിൽ നിന്ന്, റോമൻ അടിമത്തത്തിൽ നിന്ന് തങ്ങളെ മോചിപ്പിക്കാൻ ഒരു രക്ഷകൻ വരണമേ വരണമേ എന്ന നിരന്തരമായ കണ്ണീരിൽ നിന്നുണ്ടായതാണ് ക്രിസ്തു എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. ഇന്ത്യയിൽ സ്വാതന്ത്ര്യം കൊതിച്ച അനേക ലക്ഷം ജനങ്ങളുടെ നിരന്തരമായ പ്രാർത്ഥനയിൽ നിന്നാണ് ഒരു ഗാന്ധി ഉണ്ടായി വന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. കേരളത്തിലെ അധസ്ഥിത വർഗങ്ങൾ നൂറ്റാണ്ടുകളോളം സഹിച്ച ത്യാഗത്തിൻ്റെയും കണ്ണീരിൻ്റെയും ഫലമായിട്ടാണ് നമ്മുടെ സമൂഹത്തിൽ ശ്രീനാരായണ ഗുരുവോ അയ്യങ്കാളിയോ പൊയ്യേലപ്പച്ചനെ പോലെയുള്ള ധാരാളം സാമൂഹിക പരിഷ്കർത്താക്കൾ ഉണ്ടായത്. വെറുതെ നമ്മുടെ സമൂഹത്തിൽ ഒരാളും ഉണ്ടായി വരുന്നില്ല, അത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. പക്ഷേ നമ്മുടെ കാലത്തിന് അങ്ങനെയുള്ളവരെ ആവശ്യമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഇത് തിരിഞ്ഞ് നടപ്പിൻ്റെ കാലമാണ്. ഇത് തിരിഞ്ഞു നടപ്പിൻ്റെ കാലമാണ് എന്ന് ബ്രിട്ടനിലെ സാമൂഹ്യ ശാസ്ത്രജ്ഞനായ ഡേവിഡ് റെൻഡോൺ കൃത്യമായ ഉദാഹരണങ്ങൾ നിരത്തി പറയുന്നുണ്ട്. കേരളത്തിൽ തന്നെ നമ്മൾ പരിശോധിച്ചാൽ നമുക്കറിയാം, നമ്മൾ ഇന്നോളം നടത്തിയിട്ടുള്ള എല്ലാ മുന്നേറ്റങ്ങളും, എല്ലാ നവോത്ഥാനകരമായ മുന്നേറ്റങ്ങളെയും പിന്നാക്കം വഹിച്ചുകൊണ്ട് നമ്മൾ നിരന്തരം പിന്നോട്ട് പോകുന്നതിൻ്റെ ചില സൂചനകളാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത്. അവിടെയാണ് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും വേരുപിടിക്കുന്ന ഒരു സമൂഹമായി, അത് പടർന്നു പിടിക്കുന്ന ഒരു സമൂഹമായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ നവോത്ഥാന മൂല്യങ്ങൾ വേരുപിടിക്കുന്നതിൽ, പച്ചപിടിക്കുന്നതിൽ നമ്മുടെ മിഷണറിമാർ വഹിച്ച പങ്ക് എത്രയാണ് എന്ന് ഞാൻ പറയാതെ തന്നെ അറിയാം. അതിൻ്റെ ചരിത്രത്തിലേക്കൊന്നും ഞാൻ കടന്ന് പോകുന്നില്ല. അവർ കടന്നു വന്നാണ് യഥാർത്ഥത്തിൽ മലയാള ഭാഷ സൃഷ്ടിച്ചത്, മലയാള ഭാഷയ്ക്ക് ഒരു നിഘണ്ടു സൃഷ്ടിച്ചത്, അച്ചടി നൽകിയത്, പള്ളിക്കൂടങ്ങൾ സമ്മാനിച്ചത്, വിദ്യാഭ്യാസം സമ്മാനിച്ചത്, കോളേജുകൾ സമ്മാനിച്ചത്. അങ്ങനെ കേരളീയ സമൂഹം വലിയ ഒരു ഉന്നമനത്തിലേക്ക്, ഉയർച്ചയിലേക്ക് കടന്നു പോകുന്നതിൽ മിഷണറികൾ വഹിച്ച സാഹചര്യം വലുതായിരുന്നു. മിഷണറിമാരുണ്ടായ സാമൂഹ്യ സാഹചര്യം ലോകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കറിയാം, കത്തോലിക്ക സഭ നൂറ്റാണ്ടുകളോളം എങ്ങനെയാണ് ക്രിസ്തുമതം പടർത്താൻ വേണ്ടി ശ്രമിച്ചത് എന്ന്. ഇന്ത്യയിലേക്ക് വന്ന കടൽക്കൊള്ളക്കാർക്കൊപ്പം വന്ന മതപ്രചാരകർ ഉപയോഗിച്ചിരുന്ന ഓരോ രീതികളും ഇന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മതദ്രോഹ വിചാരണയിലൂടെ, ഇൻക്വിസിഷനിലൂടെ തങ്ങൾക്ക് വിധേയരാവാത്ത മനുഷ്യരെ നിർത്തി കത്തിക്കുന്ന, കൊല്ലുന്ന പ്രാചീനമായ ഇടപാടുകളിലൂടെയാണ് യഥാർത്ഥത്തിൽ അവർ മതം പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത് എന്ന് നമ്മൾ ഈ തരുണത്തിൽ ഓർക്കേണ്ടതുണ്ട്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി മിഷണറിമാരുടെ ഉള്ളിൽ വലിയൊരു ധാർമ്മിക ബോധവും മൂല്യബോധവും ഉണ്ടായി വന്നു.
ഈ ധാർമ്മിക ബോധവും മൂല്യബോധവും ഉണ്ടായി വന്നത് ഒരു സുപ്രഭാതത്തിലല്ല. അതിന് ചരിത്രപരമായ വലിയ കാരണങ്ങളുണ്ട്. അതിലേറ്റവും മുന്നിൽ നിന്ന് പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് ലോകത്തെമ്പാടും ഉയർന്നു വന്ന മാനവതാബോധം ആണ്, അല്ലെങ്കിൽ ഹ്യൂമനിസ്റ്റ് ബോധമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എല്ലാ മനുഷ്യർക്കും തുല്യമായ അന്തസ്സും വികാസവും അഭിമാനവുമുണ്ട് എന്ന ഒരു ചിന്താ പദ്ധതിയിൽ നിന്നാണ് യഥാർത്ഥത്തിൽ അത് ലോകത്തെമ്പാടും പടർന്ന് പന്തലിച്ചത്. ഒരു കാലത്ത് മനുഷ്യൻ വിചാരിച്ചിരുന്നത് അടിമത്തം എന്ന് പറയുന്നത്, വർണ്ണവിവേചനം എന്ന് പറയുന്നത്, രോഗം, പട്ടിണി, ജാതി, ഐത്തം എന്നതൊക്കെ നമ്മുടെ ജന്മസിദ്ധമാണ് എന്നും ഇത് എല്ലാ കാലത്തും മനുഷ്യനിങ്ങനെ തുടരേണ്ടതാണ് എന്നും, അതിനെതിരെ സമൂഹത്തിൽ ഒരു വലിയ സാമൂഹിക ബോധമുണ്ടാവുകയും എല്ലാ മനുഷ്യരും തുല്യരാണ് എന്ന ഒരു മാനവതാബോധമുണ്ടാവുകയും ചെയ്ത ഇടത്ത് നിന്നാണ് സൺഡേ സ്കൂൾ ഉണ്ടായി വന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇവിടെ സംസാരിച്ച കുട്ടി സൂചിപ്പിച്ചതുപോലെ ബ്രിട്ടനിലെ മില്ലുകളിൽ ജോലി ചെയ്യുന്ന ബാലവേലക്കാരായ കുട്ടികൾ സാമൂഹ്യദ്രോഹികളായി തീരുമെന്ന വിചാരത്തിൽ നിന്ന് അവർക്ക് ആത്മീയ ബോധം പകർന്നു കൊടുക്കുന്നതിൽ നിന്നാണ് സൺഡേ സ്കൂൾ ലണ്ടനിൽ ആരംഭിക്കുന്നത്. അതിനോടൊപ്പമാണ് സാൽവേഷൻ ആർമി ആരംഭിക്കുന്നത്. സാൽവേഷൻ ആർമിയുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം സോപ്പ് സൂപ്പ് സാൽവേഷൻ എന്നായിരുന്നു. ആദ്യമേ കുട്ടികളെ കുളിപ്പിക്കുക, പിന്നീട് കുട്ടികൾക്ക് സൂപ്പ് കൊടുത്ത് ആഹാരം കൊടുക്കുക, അതിനുശേഷം ആ കുട്ടികൾക്ക് ദൈവികമായ നിറവ് കൊടുക്കുക, സാൽവേഷൻ കൊടുക്കുക. ഇങ്ങനെയാണ് കേരളത്തിലേക്കും ആ പ്രസ്ഥാനങ്ങളൊക്കെ കടന്നു വരികയും എളിയവരിൽ എളിയവരെ കൂടി ചേർത്ത് പിടിക്കുന്ന ഒരു പ്രസ്ഥാനമായി അത് മാറുകയും അനേക ലക്ഷം മനുഷ്യർ ഈ വിശ്വാസധാര കണ്ടിട്ട് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു സ്നേഹത്തിൻ്റെ നിറവ് കണ്ടിട്ട് ആ വചനം കണ്ടിട്ട് അവരിലേക്ക് ഇറങ്ങി വരികയും ചെയ്തത്. അങ്ങനെയാണ് കേരളത്തിൽ സേവന സംബന്ധമായ ഒരു സമൂഹമുണ്ടായത്. എന്തും വിട്ടുകൊടുക്കാൻ സന്നദ്ധമായ ഒരു സമൂഹം നമ്മുടെ ഇടയിലുണ്ടായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അങ്ങനെയാണ് നമ്മുടെ പള്ളികൾ ഉണ്ടായത്. അങ്ങനെയാണ് കേരളത്തിലുടനീളം പള്ളിക്കൂടങ്ങൾ ഉണ്ടായത്. അങ്ങനെയാണ് കേരളത്തിലുടനീളം ആശുപത്രികൾ ഉണ്ടായത്, കോളേജുകൾ ഉണ്ടായത്, റോഡുകൾ ഉണ്ടായത്. നമ്മുടെ പൂർവികർ വിട്ടുകൊടുത്ത ഇടങ്ങളിലൂടെ അവരുടെ സ്വത്തായിട്ടായിരിക്കും, ചിലപ്പോൾ അവരുടെ ദിനങ്ങളായിട്ടായിരിക്കും, അവരുടെ സമ്പാദ്യങ്ങളായിട്ടായിരിക്കും, അവരുടെ കോഴികളായിരുന്നു, അല്ലെങ്കിൽ അവരുടെ ആടുമാടുകളായിരുന്നു, എന്തെങ്കിലുമൊക്കെ സംഭാവന കൊടുക്കുന്ന ഒന്നായിരുന്നു. അത്തരത്തിലുള്ള ഒരു ആശയധാര സമൂഹത്തിലെമ്പാടും പകർന്നു നിൽക്കുകയും വിട്ടുകൊടുപ്പിൻ്റേതായ ഒരു വലിയ നിറവ് ഈ സമൂഹത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് അനുയോജ്യമായ രീതിയിൽ സുവിശേഷ പ്രസംഗകർ തങ്ങളുടെ സുവിശേഷങ്ങളെ വളർത്തിക്കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നാണ് സൽഗുണസമ്പൂർണ്ണനാകുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ചെന്ന് നിങ്ങൾക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക എന്ന് പറയുന്ന വാചകം സുവിശേഷത്തിൻ്റെ കീ വാചകമായി മാറിയത്. അങ്ങനെയാണ് സമൂഹത്തിൽ നാം ഇന്ന് കാണുന്ന എല്ലാ പുരോഗമന പ്രസ്ഥാനങ്ങളും പറയുന്ന നവോത്ഥാന മൂല്യങ്ങളിലേക്ക് കേരളം നടന്നെടുത്തത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നിർഭാഗ്യവശാൽ 1980-കളായപ്പോഴേക്കും ലോകത്തെമ്പാടും ഒരു പാരഡൈം ഷിഫ്റ്റ് സംഭവിച്ചു. ക്രിസ്ത്യാനിറ്റിയെ ഇങ്ങനെ കയറൂരി വിട്ടാൽ ക്യാപിറ്റലിസത്തിൻ്റെ അടിത്തറ തകരുമെന്ന് തിരിച്ചറിഞ്ഞ ചിലർ ബൈബിളിലെ വാക്യങ്ങൾ തിരുത്തുകയും തനിക്കുള്ളത് തൻ്റെ അയൽക്കാരനോട് കൊടുക്കുന്ന പ്രസ്ഥാനം ഇതോടുകൂടി അവസാനിപ്പിക്കാൻ ആവശ്യപ്പെടുകയും അങ്ങനെയാണ് ഇന്ന് ലോകത്ത് പ്രചരിക്കുന്ന പ്രോസ്പെരിറ്റി ക്രൈസ്റ്റ് എന്ന് പറയുന്ന ആശയം ഉണ്ടാവുകയും ചെയ്യുന്നത്. നിങ്ങൾ വിചാരിക്കരുത് ഇതൊക്കെ വെറുതെ ഒരു സുപ്രഭാതത്തിൽ വെറുതെ ഇങ്ങനെ ഉണ്ടായി വന്നതാണ് എന്ന്. കൃത്യമായ പ്ലാനിങ്ങോടുകൂടി നടപ്പാക്കപ്പെടുന്ന അജണ്ടകളിൽ നിന്നുണ്ടായി വന്നിട്ടുള്ളതാണ് ഈ പാരഡൈം ഷിഫ്റ്റും ഈ വിശ്വാസത്തിൻ്റെ മാറ്റവുമെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് കച്ചവടത്തിൻ്റെ ക്രിസ്തുവിനെ ഇവരെങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുക. അതിനനുയോജ്യമായ വചനങ്ങൾ, വാക്കുകൾ ബൈബിളിൽ നിന്ന് കണ്ടെത്തിക്കൊണ്ട് അവർ മുന്നോട്ട് വരികയായിരുന്നു. ഇതോടൊപ്പമാണ് പ്ലാൻഡ് ഒബ്സോളസൻസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ബോധപൂർവമായ കാലഹരണപ്പെടൽ എന്ന് പറയുന്ന ഒരാശയം കൂടി ഉണ്ടായത്. കൃത്യമായി പറഞ്ഞാൽ യൂസ് ആൻഡ് ത്രോ എന്ന് പറയുന്ന ഒരു കൾച്ചർ. പണ്ടൊക്കെ നമ്മുടെ വീട്ടിലൊരു കട്ടിൽ മേടിച്ച അടുത്ത 3 തലമുറ അത് ഉപയോഗിക്കണം എന്നായിരുന്നു അതിൻ്റെ ഒരു കണക്ക്. ഒരു വീട് പണിഞ്ഞാൽ 500 വർഷം നിൽക്കണമെന്നായിരുന്നു നമ്മളുടെയൊക്കെ ആഗ്രഹം. അങ്ങനെ വലിയ തറവാടുകളൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് ഒരു ഷർട്ട് മേടിച്ചാൽ ആ ഷർട്ട് ആദ്യം പള്ളിയിലിടും, പിന്നെ പള്ളിക്കൂടത്തിലിടും, പിന്നെ വീട്ടിലിടും, പിന്നെ വീട്ടിലത് അമ്മ കൈക്കലത്തുടിയായിട്ട് ഉപയോഗിക്കും,
പിന്നെ അത് കളയുന്നത് വരെ തുറക്കാൻ ഉപയോഗിക്കും. അങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു സഞ്ചാരമെന്ന് പറയുന്നത്. അവിടെ നിന്ന് നമ്മൾ മാറിപ്പോയ രീതി എത്രയാണെന്ന് നമ്മൾ പരസ്പരമൊന്ന് ആലോചിച്ചാൽ മാത്രം മതി. ഞാൻ വിശദമാക്കേണ്ട കാര്യമില്ല. ഇന്നൊരു സോഫ മേടിച്ചാൽ 5 വർഷത്തിൽ കൂടുതൽ കിടക്കരുത് എന്നാണ് നമ്മളുടെയും കടക്കാരുടെയും ആവശ്യം. ഒരു ഷർട്ട് മേടിച്ചാൽ 3 മാസത്തിൽ കൂടുതൽ ഇടരുത് എന്നാണ് നമ്മളുടെയും അവരുടെയും ആവശ്യം. കാരണം അങ്ങനെ ഒരു മനസ്ഥിതി ഈ സമൂഹത്തിലേക്ക് അവർ കുത്തി വെച്ച് കഴിഞ്ഞു. വിപണിക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെടുന്ന ആവശ്യങ്ങളുടെ അടിമകളായി നമ്മൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. യുവാൽ നോഹ ഹരാരി അദ്ദേഹത്തിൻ്റെ ഹോമോ ദ്യൂസ് എന്ന് പറയുന്ന പുസ്തകത്തിൽ വളരെ വിശദമായി ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് വ്യക്തികളെ മോഹിപ്പിക്കാൻ പ്രേരിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമായിട്ടാണ് ഇതിൻ്റെ പ്രായോജകർ കരുതിയത്. വളരെ വേഗം നടത്തുകയും ചെയ്തു. വ്യക്തികളെ മോഹിക്കാൻ പ്രേരിപ്പിക്കുക വളരെ എളുപ്പമുള്ള കാര്യമാണ്. മനുഷ്യൻ്റെ ഉള്ളിൽ അടിസ്ഥാനപരമായി നിലനിൽക്കുന്ന ഒന്നാണ് ആർത്തി എന്ന് പറയുന്നത്. ആർത്തിയെ ചെറുതായി ഒന്ന് ട്രിഗർ ചെയ്ത് വിട്ടാൽ ഇത് കത്തിക്കൊള്ളുമെന്ന് അവർക്കറിയാമായിരുന്നു. പക്ഷേ ഇതിൻ്റെ പ്രായോജകർ പേടിച്ചത് പള്ളികളും പൊതു സ്ഥാപനങ്ങളും സർക്കാരുകളും ഇതിലേക്ക് വരാൻ ഒരിത്തിരി സമയം എടുക്കും എന്നാണ്. പക്ഷേ അവർ വിചാരിച്ചതിനേക്കാൾ വേഗത്തിൽ ഈ 3 സ്ഥാപനങ്ങളും അതിൻ്റെ കെണിയിൽ വീണു എന്നാണ് അദ്ദേഹം എഴുതി വച്ചിട്ടുള്ളത്. സേവനം എന്ന് പറയുന്നത് സൗജന്യമായി നിർത്തുന്നത് എല്ലാ കാലത്തും അവസാനിച്ചു കഴിഞ്ഞു. നിങ്ങൾക്കറിയാം, 80കൾ വരെ 90കൾ വരെ സർക്കാരുകൾ, ലോകത്തെമ്പാടുമുള്ള ഏതുതരം സർക്കാരുകളും എല്ലാത്തരം സേവനങ്ങളും സൗജന്യമായി നൽകുക എന്ന് പറയുന്ന വലിയ പ്രവർത്തനങ്ങളിലായിരുന്നു ഉണ്ടായിരുന്നത്. അത് പഠനം സൗജന്യമായി നൽകുക, ആതുര സേവനം, ആരോഗ്യരംഗം സൗജന്യമായി നൽകുക, പൊതുഗതാഗതം സൗജന്യമായി നൽകുക, മനുഷ്യന് ആവശ്യമുള്ളതൊക്കെ, ഏറ്റവും ബേസിക്കായി ആവശ്യമുള്ളതൊക്കെ സൗജന്യമായി നൽകുക എന്ന ഇടത്തു നിന്ന് ഇന്ന് എന്തും പണം കൊടുത്താൽ മാത്രം വാങ്ങാൻ കഴിയുന്ന ഒരു ലോകം സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മളെല്ലാവരും മാറിക്കഴിഞ്ഞിട്ടുണ്ട്. സർക്കാരുകൾ ഇന്ന് ഇടനിലക്കാരായി മാത്രം നിന്നാൽ മതിയെന്നും ഇത്തരം കാര്യങ്ങളിലൊന്നും ഇടപെട്ട് ജനങ്ങൾക്ക് സൗജന്യമായി ഒന്നും കൊടുക്കേണ്ടതില്ല എന്നും ഈ കച്ചവടക്കാർ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ സമയം പോലും കാശ് കൊടുത്തു വാങ്ങുന്ന ഒരു കാലത്തിലാണ് നാം നിൽക്കുന്നത്. അങ്ങനെയാണ് സ്പെഷ്യൽ ക്യൂകൾ ഉണ്ടായിട്ടുള്ളത്. പലയിടങ്ങളിലും പ്രത്യേക ക്യൂവിൽ നിന്നാൽ നിങ്ങൾക്ക് കൂടുതൽ പണം കൊടുത്താൽ നിങ്ങൾക്ക് പ്രത്യേക ക്യൂവിൽ നിൽക്കാം. അങ്ങനെ പണം കൊടുത്ത് നിങ്ങളുടെ സമയം വാങ്ങുകയാണ്. പുതിയ കാലത്ത് എലൈറ്റ് പ്രിവിലേജ് കാർഡുകളുടെ കാലമാണ്. എലൈറ്റ് ക്ലാസ്സുകളും പ്രിവിലേജ് ക്ലാസ്സുകളും ഉണ്ടാവുകയും നമ്മൾ മുമ്പിൽ കരുതിയിരുന്ന സർവ്വ മനുഷ്യരും തുല്യരാണെന്നും സർവരെയും ചേർത്ത് പിടിക്കണമെന്നും എല്ലാവർക്കും ഒരേ സേവനങ്ങളാണ് നൽകേണ്ടതെന്നുമെന്ന ഇടത്തു നിന്ന് പ്രിവിലേജ് ക്ലാസ്സുകൾ ഉണ്ടാവുകയും പ്രിവിലേജ് ആൾക്കാർക്ക് പ്രത്യേക സൗജന്യങ്ങൾ എല്ലായിടത്തും ലഭിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനിറ്റിക്കും ശോഷണം സംഭവിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇത് ക്രിസ്ത്യാനിറ്റിക്ക് മാത്രം സംഭവിച്ച ഒരു ശോഷണമല്ല. ലോകത്തെമ്പാടുമുള്ള എല്ലാ മതങ്ങൾക്കും ഈ ശോഷണം സംഭവിച്ചിട്ടുണ്ട്. എല്ലാ സമൂഹങ്ങൾക്കും ഈ ശോഷണം സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ ആത്മീയ വ്യാപാര സംഘങ്ങൾ നമ്മളുടെ ഇടയിലേക്ക് കടന്നു വരികയും അവർ ഈ സമൂഹത്തിൻ്റെ മൊത്തം വ്യാപാരത്തിൻ്റെ ഉടമസ്ഥരായി മാറുകയും ചെയ്തിട്ടുള്ളത്. ആത്മീയത കൊണ്ടു നടക്കേണ്ട പുരോഹിതർ, ആത്മീയത ജനങ്ങളിലെത്തിക്കേണ്ട പുരോഹിതർ ഇപ്പോൾ പലപ്പോഴും ഇടപാടുകാരായി മാറിയിട്ടുണ്ട്. മികച്ച കോൺട്രാക്ടർമാരാണ് മികച്ച അച്ഛന്മാരായി നമ്മുടെ പള്ളികളിൽ ഇപ്പോൾ പരിഗണിക്കപ്പെടുന്നത് എന്ന ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട്. ആ അച്ഛൻ സുവിശേഷം പറയുകയും നല്ല സൺഡേ സ്കൂൾ നടത്തുകയും നല്ല പ്രസംഗം നടത്തുകയും നല്ല കുർബാന നടത്തുകയും ചെയ്താൽ ആ അച്ഛൻ മോശക്കാരനാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ആ അച്ഛൻ നല്ല 2 കെട്ടിടം വെക്കുകയും നല്ല പാർസനേജ് പണിയിക്കുകയും ചെയ്താൽ ആ അച്ഛൻ നല്ല അച്ഛനാണ്, മിടുക്കനാണ് എന്ന് സ്ഥാപിക്കപ്പെടുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇവിടെയാണ് യഥാർത്ഥത്തിൽ കേരളം ദുരാചാരങ്ങളുടെ, സ്വാർത്ഥതയുടെ, പിന്നടപ്പിൻ്റെ, കൊലപാതകത്തിൻ്റെ, ധർമ്മച്യുതിയുടെ വിളനിലമായി മാറിയത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇതിൽ ക്രിസ്തീയ മൂല്യച്യുതിക്ക് വലിയ പങ്കുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. കേരളത്തിൽ നവോത്ഥാന മൂല്യങ്ങൾ പടുത്തുയർത്തുന്നതിൽ എങ്ങനെയാണോ ക്രിസ്തീയ മൂല്യങ്ങൾ പങ്കുവഹിച്ചത്,
അതേപോലെ തന്നെ സമാനമായി കേരളത്തിലെ മൂല്യച്യുതിക്കും ക്രിസ്തീയ വിചാരങ്ങൾക്ക് പങ്കുണ്ട് എന്ന് സ്ഥാപിക്കാനാണ് ഞാൻ ശ്രമിച്ചത്. ഇവിടെ നിന്നാണ് കൂടത്തായി ജോളിമാരുണ്ടാവുന്നത്. ഇവിടെ നിന്നാണ് മനുഷ്യക്കുരുതി നടത്തുന്ന ഭഗവത്ദാസന്മാരുണ്ടാവുന്നത്. തിരുമേനി ഇവിടെ സൂചിപ്പിച്ചതുപോലെയുള്ള അനേകം കൊലപാതകങ്ങളുടെ വാർത്തകളുണ്ടാവുന്നത്, മയക്കുമരുന്നിൻ്റെ ഉപയോഗങ്ങളുടെ വാർത്തകളുണ്ടാവുന്നത്, റോഡിൽ സൗഖ്യം വിൽക്കുന്നവർ, റോഡിൽ സുഖം വിൽക്കുന്നവരും നമ്മളെ കവർന്നെടുത്തുകൊണ്ട് പോയിരിക്കുന്ന ഒരു കാലത്ത് നിങ്ങൾ സൺഡേ സ്കൂൾ അധ്യാപകർ അതിനെതിരെ ചിന്തിക്കുകയും മാറി ചിന്തിക്കുകയും ചെയ്യുന്നില്ല എങ്കിൽ ഈ സമൂഹം ഏത് തരത്തിൽ ഇനി മുന്നോട്ട് പോകും എന്ന് നമ്മൾ ഓരോരുത്തരും ചേർന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ലോകം ഇതിനേക്കാൾ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അടുത്തിടയ്ക്കൊരു വീഡിയോ കണ്ടു. ലാറ്റിൻ അമേരിക്കയിൽ ഒരു പാസ്റ്റർ സ്വർഗത്തിൽ സ്ഥലം വിറ്റുകൊണ്ടിരിക്കുന്നു. ആൾക്കാർ ക്യൂ നിന്ന്, സത്യം ഞാൻ തമാശ പറഞ്ഞില്ല, ഞാൻ വീഡിയോ കണ്ടതാണ്. ആൾക്കാർ ക്യൂ നിന്ന് സ്വർഗത്തിൽ സ്ഥലം വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് പാപവിമോചന ചീട്ട് മാർപ്പാപ്പമാർ കൊടുത്തതിനെ ഉദാഹരിച്ചുകൊണ്ട് വേണമെങ്കിൽ പറയാം, അന്നും ജനങ്ങൾ ക്യൂ നിന്നിട്ടുണ്ട്. എങ്ങനെയാണ് സമൂഹം ഇങ്ങനെ മാറിപ്പോയിരിക്കുന്നത്, ഇത്തരം മണ്ടന്മാരായിക്കൊണ്ടിരിക്കുന്നത്, ഏതിനു വേണ്ടിയും ഓടിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് അത്ഭുതപ്പെടുന്ന തരത്തിലുള്ള മണ്ടത്തരങ്ങൾ. എങ്ങനെ പണം ഇരട്ടിപ്പിക്കാൻ, ഞാൻ പറഞ്ഞതുപോലെ ദിവസവും ഇങ്ങനെ ഓരോരോ തരം വാർത്തകൾ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. പണം തട്ടിപ്പിൻ്റെ ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ തട്ടിപ്പ് എന്ന് പറയുന്നത് പണം ഇടപാട് തട്ടിപ്പാണ്. നമ്മുടെ കിടക്കുന്ന 2 രൂപ നിങ്ങൾക്ക് 4 ആക്കി തരാമെന്ന് പറഞ്ഞാൽ എന്ത് പരിപാടിക്ക് നമ്മൾ ഇറങ്ങുന്ന ആൾക്കാരായി മാറിയിരിക്കുന്നു. ഇതുപോലെ പ്രബുദ്ധ മലയാളി എന്നാണ് പറയുന്നത്. പക്ഷേ ഇതുപോലെ മലയാളിയെ പറ്റിക്കാൻ പറ്റുന്ന ഒരു ഇതുപോലെ ഒരു ജനത വേറെ എവിടെയുണ്ടോ? എന്ത് തട്ടിപ്പുണ്ടോ അതിന് തല മുമ്പിൽ വെച്ച് വെക്കും. പണ്ട് ആട് മാഞ്ചിയം എന്നൊക്കെ പറഞ്ഞ് ചില പരിപാടികളായിരുന്നു, നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നറിയത്തില്ല. അതിനു മുമ്പ് പോയി തല വെച്ച് കൊടുത്ത് കുറേ കാശ് പോയി. ഇപ്പോൾ പുതിയ തട്ടിപ്പുമായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ മുമ്പിൽ തല വെച്ച് കൊടുക്കുന്ന ഒരു സമൂഹമായി മാറിയിട്ടുണ്ട്. നമ്മുടെ ഇടയിൽ നിന്ന് ഇനി ഒരു ഗാന്ധി ഉണ്ടാവില്ല. നമ്മുടെ ഇടയിൽ നിന്നൊരു ക്രിസ്തുവിനെ നമുക്ക് പ്രതീക്ഷിക്ക വേണ്ട. നമ്മുടെ ഇടയിൽ നിന്ന് ഒരു ശ്രീനാരായണ ഗുരുവോ ഒരു അയ്യങ്കാളിയോ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടാം. പക്ഷേ അങ്ങനെയുള്ളവരെ സൃഷ്ടിക്കുക എന്ന് പറയുന്ന വലിയ ഉത്തരവാദിത്വം നമ്മളിൽ നിക്ഷിപ്തമാവുന്നിടത്താണ് സൺഡേ സ്കൂളിൻ്റെ വാർഷിക ആഘോഷങ്ങൾ ഏറ്റവും പ്രസക്തമാവുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. വർഗീയമായി ചേരി വിരിഞ്ഞ ഒരു സമൂഹമായി കേരളീയ സമൂഹം മാറിയിട്ടുണ്ട് എന്ന അപകടകരമായ ഒരു സന്ധിയിലാണ് നാം നിൽക്കുന്നത്. ഒരു ചെറിയ തീപ്പൊരി മതി കേരളത്തിൽ മറ്റൊരു മണിപ്പൂരായി മാറാനെന്ന് നമ്മൾ തിരിച്ചറിയുന്നിടത്ത് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി വർഗീയമായി നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രേരിപ്പിക്കരുത്, അവരെ പ്രോത്സാഹിപ്പിക്കരുത് എന്ന് വിനയപൂർവ്വം ഞാൻ എൻ്റെ മാതാപിതാക്കളോട് അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ എൻ്റെ ജാതി എൻ്റെ മതം മാത്രം ശരിയെന്ന് പറയുന്നതൊക്കെ നല്ലതാണ്. പക്ഷേ അവരെന്നെ കൂടി കരുതാനും അവനെ കൂടി സ്നേഹിക്കാനും നമ്മൾ കരുതുന്നില്ല എങ്കിൽ ഈ സമൂഹം എങ്ങോട്ടായിരിക്കും പോകുന്നത് എന്ന് ഞാൻ മുമ്പേ സൂചിപ്പിച്ച മധ്യപൂർവേഷ്യയിലെ അനേകം രാജ്യങ്ങളുടെ ഉദാഹരണങ്ങൾ എടുത്തുകൊണ്ട് നമുക്ക് ഉദാഹരിക്കാൻ കഴിയും. സോഷ്യൽ മീഡിയയിൽ ഇത്തരം പ്രചരണം നടത്തുന്ന ആരെങ്കിലും കുഞ്ഞുങ്ങൾ നമ്മൾക്കൊപ്പം ഉണ്ടെങ്കിൽ അവരോട് പിന്മാറാനാവും പറയണം. കഴിഞ്ഞ 2000 വർഷങ്ങൾ ഒരു അപരമത വിദ്വേഷവുമില്ലാതെ പരസ്പര സ്നേഹത്തിലും സാഹോദര്യത്തിലും ജീവിച്ച ഒരു സമൂഹമാണ് നമ്മളെന്ന് നമ്മൾ തിരിച്ചറിയാൻ മറന്നുകൂടാ. നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതെപ്പോഴെങ്കിലും മറക്കുന്നുവെങ്കിൽ അത് നമ്മളുടെ തന്നെ കുഴി തോണ്ടുന്ന അവസരമായി അത് മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മളുടെ കുഞ്ഞുങ്ങളുടെ മാനസിക ആരോഗ്യം ഏതാണ്ട് സമ്പൂർണ്ണമായും തകർന്നു പോയിരിക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ഓരോ ദിവസവും എടുക്കുന്ന പത്രവാർത്തകൾ നിങ്ങളൊന്നെടുത്തു നോക്കൂ. എന്തെല്ലാം തരം വാർത്തകളാണ് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ യുവത എന്താണ് ഇങ്ങനെ ആയിപ്പോയത് എന്നതിൻ്റെ നമ്മൾ തന്നെ ആശ്ചര്യപ്പെടുത്തുന്ന തരത്തിലുള്ള എന്തെല്ലാം തരം വാർത്തകൾ. മാനസികമായ ആരോഗ്യമില്ല, നല്ല ഐക്യമുള്ള കുട്ടികളാണ്. ഇൻ്റലിജൻ്റ് കോഷ്യൻ്റ് എന്ന് പറയുന്ന ഏത് പഠനത്തിലും മുന്നിൽ നിൽക്കുന്ന വലിയ ബുദ്ധിയുള്ള കുഞ്ഞുങ്ങൾ. പക്ഷേ അവരുടെ ഇമോഷൻസ് അളക്കുന്ന EQ, ഇമോഷണൽ കോഷ്യൻ്റ് എടുത്ത് പരിശോധിച്ചാൽ അവർ വളരെ ദുർബലരാണ് എന്ന് കാണാം. ഒരു പരീക്ഷയിൽ തോറ്റാൽ ആത്മഹത്യ ചെയ്യുന്ന കുട്ടികൾ നമ്മുടെ മുമ്പിൽ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസം വടക്കേ ഇന്ത്യയിൽ നിന്നൊരു വാർത്ത വന്നു. ഒരു 21 വയസ്സുകാരൻ തൻ്റെ പിതാവിനെ വെട്ടിക്കൂട്ടി ഒരു ഡ്രമ്മിലാക്കി അവിടെ വേസ്റ്റ് ബിന്നിൽ കൊണ്ട് തളഞ്ഞു വന്ന്.
അവനോട് നീറ്റ് പരീക്ഷ എഴുതാൻ പറഞ്ഞു. അതിൻ്റെ പ്രഷറിലായിരുന്നു അവനത് ചെയ്തത് എന്നാണ് പറയുന്നത്. നോക്കൂ, ഒരു പരീക്ഷയെ നേരിടാൻ കഴിയാത്ത വണ്ണം നമ്മുടെ കുഞ്ഞുങ്ങൾ ദുർബലരായിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ മകൻ, ഞാൻ വേറെയും ഇടത്തത് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഒരു കൂട്ടുകാരൻ മകൻ +2-ൽ 99% മാർക്ക് വാങ്ങിച്ച കുഞ്ഞാണ്. അവന് മെഡിക്കൽ എൻട്രൻസ് പാസ്സാവാൻ കഴിഞ്ഞില്ല എന്ന സംഘർഷത്തിൽ അവൻ ഒരു മാനസിക ആരോഗ്യ കേന്ദ്രത്തിൽ, ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയും അതിൻ്റെ 3-ാം നിലയിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. നോക്കൂ നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്ഥിതി എന്താണ് എന്ന്. ഒരു പ്രണയം നഷ്ടപ്പെട്ടാൽ അതിനെ നേരിടാൻ കഴിയാത്ത വണ്ണം ദുർബലരാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ. അതുകൊണ്ടാണ് അവർ ഉടനെ തന്നെ അവളെ കത്തിക്കുത്തിന് ഇരയാക്കുകയോ വിഷം കൊടുക്കുകയോ അല്ലെങ്കിൽ പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയോ ചെയ്യുന്നത്. നഷ്ടപ്പെടാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചിട്ടില്ല. നേടാൻ മാത്രം വിജയം 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 എന്ന് നമ്മൾ അധ്യാപകർ അവരെ ഇങ്ങനെ പറഞ്ഞു പഠിപ്പിച്ചതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ ചില നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ വല്ലാതെ പതറിപ്പോകുന്നു, വീണുപോകുന്നു, ആത്മഹത്യയിൽ അഭയം പ്രാപിക്കുന്നു, മയക്കുമരുന്നിൽ അഭയം പ്രാപിക്കുന്നു. മദ്യവും മയക്കുമരുന്നുമൊക്കെ ഈ സമൂഹത്തിൽ കൂടുന്നെങ്കിൽ അതിന് ഉത്തരവാദി നമ്മൾ കൂടിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മൾ നമ്മുടെ പൂർവികരുടെ കഥകൾ പറഞ്ഞു കൊടുക്കണം. മണ്ണിൽ കൃഷി ഇറക്കിയവരാണ് അവർ. വെയിൽ വന്നിട്ടും മഴ വന്നിട്ടും കാറ്റ് വന്നിട്ടും എത്രയോ വിളകൾ നശിച്ചു പോയിട്ടും ജീവിതം ഉയർത്തിപ്പിടിച്ച് പിന്നെയും പിന്നെയും കൃഷി ഇറക്കിയവരുടെ തലമുറയാണ് നമ്മളെന്ന് നമ്മളവരോട് പറഞ്ഞു കൊടുക്കണം. ഒരു പരീക്ഷയിൽ തോറ്റുപോയാൽ, ഒരു എൻട്രൻസിൽ തോറ്റുപോയാൽ, ഒരു പ്രണയം തോറ്റുപോയാൽ, ഒരു എൻട്രൻസിൽ തോറ്റുപോയാലൊന്നും ജീവിതം നഷ്ടമാവില്ല എന്ന് നമ്മുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അവരുടെ ആത്മബലം കൂടും. ആ ആത്മബലം കൂട്ടാൻ കൂടിയാണ് നമ്മൾ ഓരോ അധ്യാപകരും നമ്മുടെ കുഞ്ഞുങ്ങൾമേൽ ശ്രമിക്കേണ്ടത്. ആത്മവിശ്വാസത്തിൻ്റെ വലിയ കരുത്ത് അവർക്ക് പകർന്ന് കൊടുക്കേണ്ടതുണ്ട്. കുടുംബ ബന്ധങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുടുംബ ആരോഗ്യം ഏതാണ്ട് തകർന്ന അവസ്ഥയിലാണ്. നമ്മുടെ കുഞ്ഞുങ്ങളിൽ ബഹുഭൂരിപക്ഷത്തിനോടും വിവാഹം കഴിക്കാൻ പറയുമ്പോൾ എന്തിന്, ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ മകളോട് ഇത്തരത്തിലൊന്ന് കല്യാണം കഴിക്കാൻ വേണ്ടി ഉപദേശിക്കാൻ എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു. അവൾ 10-28 വയസ്സായി, മകൾ കല്യാണം കഴിക്കുന്നില്ല, സാറൊന്ന് ഉപദേശിച്ചാൽ ചിലപ്പോൾ. അവൾ പറഞ്ഞു, അങ്കിളെ കഴിഞ്ഞ 10-25 വർഷമായി ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് കുടുംബബന്ധം എന്താണ് എന്ന് എൻ്റെ വീട്ടിൽ തന്നെ കണ്ടുകൊണ്ടിരിക്കുക. ഇനി ഞാൻ ഇതിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി എടുത്ത് ചാടണോ ഇത് കണ്ടുകൊണ്ടിരുന്നിട്ട് എന്നാണ്. കുടുംബം പിരിച്ചുവിടാനൊരവസരം കിട്ടിയാൽ കേരളത്തിലെ 99% സ്ത്രീകൾ അതിൽ ഓടി രക്ഷപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആദാമിൻ്റെ KG ജോർജിൻ്റെ സിനിമ ആദാമിൻ്റെ ഭാര്യയല്ല എന്ന് പറയുന്ന സിനിമയിൽ ക്യാമറാമാനെ പോലും തട്ടിയിട്ടുകൊണ്ട് സ്ത്രീകൾ ഓടിപ്പോകുന്നത് പോലെ ഈ കുടുംബത്തിൽ നിന്ന് സ്ത്രീകൾ ഓടിപ്പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അത്രമേൽ മനുഷ്യത്വഹീനമായ പ്രവൃത്തികൾ, മനുഷ്യവിരുദ്ധമായ പ്രവൃത്തികൾ നടക്കുന്ന ഇടമായി നമ്മുടെ കുടുംബങ്ങൾ മാറിയിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് വീണ്ടും ഒരു കുടുംബത്തിലേക്ക് പോകുന്നത്? കുഞ്ഞുങ്ങൾ വേണ്ട എന്ന് പറയുന്ന എത്രയോ ദമ്പതികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇതിനെയൊക്കെ നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ നമ്മൾ വർഷത്തിൽ 10-9 ദിവസം സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നത് കൊണ്ട് വലിയ അർത്ഥമൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രവാസമോഹത്തിൽ നിന്ന് മോചിപ്പിക്കേണ്ടതുണ്ട്. ശരിയാണ്, കഴിഞ്ഞ 50, 60, 70 വർഷം കൊണ്ട് പ്രവാസത്തിൻ്റെ 4 ദേശങ്ങളിലേക്ക് ചെല്ലാനും നമ്മുടെ ദേശത്തിന് വലിയ പുഷ്കലമായ ഒരു കാലം സമ്മാനിക്കാനുമൊക്കെ പ്രവാസത്തിന് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ പ്രവാസം അതിൻ്റെ അന്ത്യകാലത്തോടടുക്കുകയാണ് എന്ന ഒരു തിരിച്ചറിവ് നമ്മൾക്ക് ഉണ്ടാവേണ്ടതുണ്ട്. നാം നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയേണ്ടതുണ്ട്. UK പോയി കുട്ടികൾ അനുഭവിക്കുന്ന സങ്കടം നിങ്ങൾ തിരിച്ചറിയണം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ UK പോയപ്പോൾ ട്രെയിനിൽ വെച്ചൊരു യുവാവിനെ കണ്ടു. അദ്ദേഹം, ഞാൻ എഴുത്തുകാരനാണ്, ആടുജീവിതം എഴുതിയ ആളാണ് എന്ന് കണ്ടുകൊണ്ട് ഓടി വന്നിട്ട് എന്നോട് പറഞ്ഞു, സാറേ UK ആടുജീവിതമാണ് ഞാനിവിടെ നയിക്കുന്നത്. കഴിഞ്ഞ 8 മാസക്കാലം അവിടുത്തെ ഒരു അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന ആഹാരം കഴിച്ചിട്ടാണ് ഞാൻ കിടന്നത്. വീട്ടിൽ പറഞ്ഞിട്ടില്ല, കാരണം വലിയ കടം വാങ്ങിക്കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. മാതാപിതാക്കൾ അഭിമാനബോധത്തിന്, എൻ്റെ അടുത്തുള്ളവൻ പോയിരിക്കുന്നു, എൻ്റെ അടുത്ത കുട്ടി പോയിരിക്കുന്നു, അതുകൊണ്ട് ഇവനെ കൂടി വിദേശത്ത് അയച്ച് നാം വലിയ സമ്പന്നനാക്കാമെന്ന് കരുതി അയക്കുന്നുവെങ്കിൽ ആ കുട്ടികൾ അനുഭവിക്കുന്ന സങ്കടം എത്രയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എല്ലാ രാജ്യങ്ങളിലും പ്രവാസത്തിനെതിരെയുള്ള വലിയ വലിയ സമരങ്ങൾ നടക്കുകയാണ്. തദ്ദേശ ബോധമുയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. യൂറോപ്പിലും അമേരിക്കയിലും ഓസ്ട്രേലിയയിലുമൊക്കെ.
മുടിയനായ പുത്രൻ പോയതുപോലെ എന്തിന് അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളെ അയക്കണം? നമുക്കിന്ന് അന്തസ്സായി ഇവിടെ ജീവിക്കുവാനുള്ള അവസരമുണ്ട്. നാളുകൾ ഈസ്റ്റേൺ രാജ്യങ്ങളുടേതാണ്, കിഴക്കൻ രാജ്യങ്ങളുടേതാണ് എന്ന സാമ്പത്തികമായ പ്രവചനം വരുന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അന്തസ്സായി അഭിമാനത്തോടു കൂടി ജീവിക്കാനുള്ള അവസരം ഈ മണ്ണിലുണ്ട് എന്ന് തിരിച്ചറിയുന്നിടത്താണ് പ്രവാസത്തോടുള്ള നമ്മുടെ മോഹം നമ്മൾ ഉപേക്ഷിക്കുകയും അവരെ ഈ മണ്ണിൽ ഉറപ്പിക്കാൻ നമ്മൾ പഠിപ്പിക്കുകയും പ്രാപ്തരാക്കുകയും ചെയ്യേണ്ടതാണ്. സൺഡേ സ്കൂൾ അധ്യാപകരുടെ ചുമതല ചെറുതല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അപരവിദ്വേഷത്തിൽ നിന്ന് മോചിപ്പിക്കുക എന്ന വലിയ ഉത്തരവാദിത്തമുണ്ട്. അവർക്ക് മാനസികമായ ആരോഗ്യം വീണ്ടെടുത്ത് കൊടുക്കുക എന്ന് പറയുന്ന വലിയ ഉത്തരവാദിത്തമുണ്ട്. കുടുംബ ബന്ധങ്ങളുടെ മൂല്യം എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള വലിയ ഉത്തരവാദിത്തമുണ്ട്. പ്രവാസത്തിൽ നിന്ന് മോചിപ്പിക്കുവാനുള്ള ഉത്തരവാദിത്തമുണ്ട്. ഒരു പുരുഷായുസ് പൂർത്തിയാക്കുന്ന സൺഡേ സ്കൂൾ പ്രസ്ഥാനം ഒരു പുതു ജന്മത്തിലൂടെ, അടുത്ത ജന്മത്തിലൂടെ ഒരു വലിയ കർമ്മപഥത്തിലേക്ക് ചുവടുവെക്കുമ്പോൾ ഇത്തരം ചില ആലോചനകൾ നമ്മൾ പരസ്പരം പങ്കുവച്ചു എന്ന് മാത്രമേ ഉള്ളൂ. വീണ്ടും ഒരിക്കൽ കൂടി പറയട്ടെ, ഞാനോ നിങ്ങളോ മാത്രമല്ല, ഈ സമൂഹം മൊത്തത്തിൽ നമുക്ക് കുറ്റക്കാരാണ്. നമുക്കെല്ലാവരും കൂടി ചേർന്ന് നിന്നെങ്കിൽ മാത്രമേ ഈ സമൂഹത്തെ നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാൻ കഴിയുകയുള്ളൂ. 2050 ഈ സമൂഹം എങ്ങനെയായിരിക്കണം എന്ന ആലോചനയായിരിക്കട്ടെ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.